ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതെന്താന്നുള്ള റീസൺസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇന്ന് എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പം ഈ യൂഷ്വലി എല്ലാ ഏകദേശം യൂട്യൂബേഴ്സിൻ്റെ, എല്ലാം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം യൂട്യൂബേഴ്സിൻ്റെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മക്കളെ സാധനം. DJ Cosmo Action 5 Pro. നോർമലി ഗോപ്രോ ആണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇത് എടുക്കുന്നത് കൂടുതലും അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിത് എന്തിനാ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ റിവ്യൂ ഒക്കെ നോക്കിയപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് DJI ആണ്. അപ്പം ഞാനിപ്പം കറണ്ട് ഉള്ളത് ജോർജിയയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഈ ഫോൺ ഇങ്ങനെ ക്യാരി ചെയ്തതിനോട് വലിയ താല്പര്യം പോരാ. വീഡിയോ എടുക്കുമ്പോഴത്തേനും നമുക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് അറിയാമല്ലോ, സ്റ്റോറേജ് കിട്ടുന്നുണ്ടാവില്ല, ഒരു കോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു കോൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കട്ടായി പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ക്യാമറ വേണമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ക്യാമറ ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്, ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനത്തെ പാടുന്നില്ല, ഒരു പോർട്ടബിൾ ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നമുക്ക് ചെയ്യാം. ഇത് പൊളിക്കാനുള്ള സാധനങ്ങൾ ഞാൻ കൈ കരുതിയിട്ടില്ല. ഞാൻ വിചാരിച്ച് ഈസി എടുത്ത് പൊളിക്കാന്ന്. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലേ. 2 ദിവസമായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇതുവരെ ഇത് പൊളിച്ചിട്ടില്ല. ഇന്നാണ് അതിൻ്റെ ഒരു ശുഭമുഹൂർത്തം എനിക്ക് കിട്ടിയത് പൊളിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇതങ്ങ് പൊളിച്ച് കാണിച്ചിട്ട് അങ്ങ് പോവാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഫോൺ തന്നെ നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറുതായിട്ടില്ല, കുട്ടി ക്യാമറ അല്ലേ, അതാണ് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. പെട്ടാവും നല്ല വെയിറ്റ് ഉണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ആഗ്രഹമാണ്, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ സ്വപ്നമാണ് ഇങ്ങനെ ഒരു പോർട്ടബിൾ ക്യാമറ, അല്ലെങ്കിൽ DJI അല്ലെങ്കിൽ ഗോപ്രോ ഒക്കെ. ഞാൻ ആദ്യം ഗോപ്രോ ഹീറോ 13 ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിച്ചത്. ബട്ട് എനിക്ക് DJIൻ്റെ സംഭവം അതുപോലെ തന്നെ നമ്മളുടെ ഗോപ്രോൻ്റെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഇതാണെന്ന്. ഇനിയിപ്പോൾ എനിക്ക് ഒരു മാറ്റം വരണ്ടല്ലോ, നമ്മൾ ഇത് എടുത്തെങ്കിൽ മതിയെന്ന് തോന്നുന്നില്ല വിചാരിച്ചിട്ടാണ് ഇത് എന്നെ അങ്ങ് കൈവച്ചത്. 2 പാക്കറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ആദ്യം ഇത് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഒരു റോഡാണ്. സെൽഫി സ്റ്റിക്കൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ പിടിച്ചടക്കണമല്ലോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് പോലെ അല്ല, നല്ല വെയിറ്റ് അല്ല, എന്നാലും ഫോൺ പിടിക്കുന്നതിൻ്റെ അത്ര വെയിറ്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല. പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം. ഓ ഗോഡ്, ഇതാണ് നമ്മുടെ DJ. മൈ ഗോഡ്. സോ ഇതാണ് DJI ക്യാമറ. ഇതൊരു പോർട്ടബിൾ ക്യാമറയാണ്, ഞാൻ ആദ്യപ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, അത്ര വെയിറ്റ് ഇല്ല. ഇനി ഇതിൻ്റെ കവറാണ്. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിക്കണമെന്നിനി, അതിൻ്റെ ആവശ്യം വന്നില്ല ഗൈസ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുണ്ട്. അയ്യോ ഇല്ല, പ്രൊട്ടക്റ്റഡ് അല്ല, അതായത് നമുക്ക് വെള്ളത്തിലോട്ടൊന്നും ചാടി ഇറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അത് നമ്മൾ വേറെ തന്നെ വാങ്ങിക്കണം. ഇത് ജസ്റ്റ് എൻ്റെ സൈഡിൽ മാത്രം കവേർഡ് ആയിട്ടുണ്ട്. അതിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തല്ലി പിഴിഞ്ഞ് പോകാണ്ടിരിക്കാനുള്ള ദിസ് ഈസ് വാട്ടർ. ഇതെല്ലാം ആ റോഡിൽ ഫിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബാറ്ററീസ് ആണെന്ന് തോന്നുന്നു. അതെ, കണ്ടു കഴിഞ്ഞൊരു പവർ ബാങ്ക് പോലെ ഉണ്ടാവും. ഓക്കെ, 3 ബാറ്ററി ഉണ്ട്. നമുക്ക് ഉദ്ഘാടിക്കാം, ഇന്ന് തന്നെ നമുക്ക് ഉദ്ഘാടിക്കാം. ബിക്കോസ് ഇന്ന് 3 ദിവസമായി നമ്മളിത് വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. ഇതിങ്ങനെ മേഖലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ബാറ്ററി ഇട്ടിട്ട് ഇത് ഓൺ ചെയ്യാം. 3 ബാറ്ററി ഉണ്ട്, അത്യാവശ്യം നമുക്ക് കൊണ്ടടക്കാം. ഇംഗ്ലീഷ്, ഇത് ഓണാണ്. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എനിക്കല്ല. സ്വൈപ്പ് ഡൗൺ ടു സെറ്റ്, സ്വൈപ്പ് ടു അൺലോക്ക്. ഇത് റെക്കോർഡിങ് ഓൺ ആയിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ്. ഇത് ഞാനാണ്. സെറ്റ് ലെങ്ത് ഓഫ് ദ ബിഫോർ സ്ക്രീൻ. ഓ മൈ ഗോഡ്, ഈ ഫോണിൽ എടുക്കുന്നതിനേക്കാളും 10 ഇരട്ടി ക്ലാരിറ്റി ഉണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചിട്ടാന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ കാണുന്നുണ്ടോ എന്നെ?
വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇതിൽ കിട്ടുന്നത്. നമുക്ക് ഇതെങ്ങനെ സ്റ്റോപ്പ് ആക്കണമെന്ന് എനിക്ക് ആരും പറഞ്ഞെന്നില്ല. ഓക്കെ, ഐ തിങ്ക് ദിസ് വൺ. യെസ്, ഷൂട്ടിംഗ് കംപ്ലീറ്റ്. ഓക്കെ, അത് എൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ കട്ടായി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പഠിക്കാനുണ്ട്. നോർമലി ഒരു സാധനം നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് അതെന്താണ്, അതെന്തിനാണ്, അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചിട്ടായിരിക്കും എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ ഞാൻ അധികം സ്റ്റഡി ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഈ സാധനം വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തിനാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് എൻ്റെ ഫോണിൽ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, സംടൈംസിൽ എൻ്റെ റെസൊല്യൂഷൻ മാറി കിടപ്പുണ്ടാവും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കട്ടായി പോകും. രണ്ടാമത് സ്റ്റോറേജ് പ്രോബ്ലമാണ്, അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഫോണ് നമ്മളിപ്പം എന്തായാലും ചാർജ് ഫുൾ ആക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലും കുറച്ച് വ്ളോഗിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എമർജൻസി കാര്യത്തിന് പോലും ഫോൺ ഉപകാരപ്പെടത്തില്ല, ബാറ്ററി പെട്ടെന്ന് തീരും. പവർ ബാങ്ക് കൊണ്ട് നടന്നു കഴിഞ്ഞാലും വ്ളോഗിങ് ഫോണിലും കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പം ഇതുപോലൊരു പോർട്ടബിൾ ക്യാമറ നമ്മൾ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഫോർ വീഡിയോ, നമ്മൾ അതിന് വേണ്ടി മാത്രം ഇത് കൊണ്ടു നടക്കുന്നതാണ്. അപ്പം വ്ളോഗിങ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പം അത്യാവശ്യം വ്ളോഗേഴ്സിൻ്റെ കയ്യിലൊക്കെ ഈ ഒരു സാധനം ഉണ്ട്. ഞാനൊരു പ്രോ വ്ളോഗർ ആകാൻ വേണ്ടിയിട്ട് ശപഥം എടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിന് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒരു വ്ളോഗ്, ഒരു ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയൊരു വ്ളോഗിലൂടെ പറയുന്നതായിരിക്കും. ഒത്തിരി ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മാസമായില്ല ഞാനിപ്പം ഒന്ന് ലീവ് എടുത്തിട്ട്. പിന്നെ ഞാൻ ഭയങ്കര ടയർഡാണ്, എൻ്റെ മൈൻഡിലൊന്നും വരുന്നില്ല എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് കുറച്ച് ട്രാവൽ വീഡിയോസും കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുണ്ട്. ഞാൻ ബ്രേക്ക് എടുത്ത കാര്യം വഴി പറയാം, ആരും ഇതിൽ ചോദിക്കരുത് കേട്ടോ. അതാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടാവുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ കാണാൻ മാതിരിക്കും. ബൈ ബൈ.